ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നാം കേൾക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. ലോകമെമ്പാടുമുള്ള വ്യക്തികൾ ഓർക്കുന്ന അനുഭവങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ ജനനവും ആ സമയത്ത് നടന്ന സംഭവങ്ങൾ. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൂത് കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുണ്ട്. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ വചനം പഠിക്കുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു: യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. മറ്റാരും ജനിക്കുന്ന പോലല്ല യേശു കർത്താവിൻ്റെ ജനനം, സ്പെഷ്യലായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹ നിശ്ചയം ചെയ്തതിന് ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി എന്ന് കണ്ടു. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു, രക്ഷകൻ ആ യേശു കർത്താവ് നിന്നിൽ കൂടെ പിറക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുമെന്ന് പറഞ്ഞു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് അതിനെ ഏറ്റെടുത്തു. ഉദരത്തിൽ ശിശു ഉരുവായി. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ബൈബിൾ പറയുന്നു, 19 മുതൽ വായിക്കുമ്പോൾ ജോസഫ് ഉള്ളിൽ ഗൂഢമായി തീരുമാനിച്ചു, പ്ലാൻ ചെയ്തു ഇവളെ ഉപേക്ഷിക്കാൻ. ആരും അറിയണ്ട, ഉപേക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ദൈവത്തിന്റെ ദാസി എന്ന് പറഞ്ഞ് ആ ദൈവിക വാഗ്ദത്തത്തെ ഏറ്റെടുക്കുന്ന ഈ സമയത്ത് മറിയെ ജോസഫും കൂടെ ഉപേക്ഷിച്ചാൽ സത്യം പറഞ്ഞാൽ ദേശത്ത് ലജ്ജിച്ചു പോകും. ശബ്ദം കേൾക്കുന്ന ചിലരോട് പറയുന്നു, ഞാൻ ലജ്ജിച്ചു പോകുമോ എന്ന് ചിന്തിക്കുന്ന ചിലരോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, ജോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ നീ ശങ്കിക്കണ്ട, അവളിൽ ഉൽപാദമായത് പരിശുദ്ധാത്മാവിൽ അത്രേ. എന്നിട്ട് പറഞ്ഞു, ആ രക്ഷകനായ യേശു കർത്താവ് ആണ് പിറക്കുന്ന രക്ഷകൻ എന്ന പേരിടണം, ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും. ഇന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോസഫ് ഉറക്കമുടന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ഭാര്യയെ ചേർത്ത് കൊണ്ടു. ഹല്ലേലൂയ! അങ്ങനെ ആ ഒറ്റ കാരണത്താൽ ഭാര്യയെ ചേർത്ത് കൊണ്ടു. അതിൻ്റെ അർത്ഥം ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച അതേ നിമിഷം തന്നെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചന അറിയിച്ച് ചേർത്ത് നിർത്തുന്ന അനുഭവം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, നാം ലജ്ജിക്കുന്നതിന് തൊട്ട് മുമ്പേ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും, ദൈവത്തിന്റെ നിയോഗങ്ങൾ വെളിപ്പെടും. നിങ്ങൾക്ക് വേണ്ടി മറ്റ് ചിലരോട് ഇടപെട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മറ്റ് ചിലരോട് ഇടപെട്ടിട്ടായാലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. മറിയ ലജ്ജിച്ചു പോയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്മസ് സീസണിൽ വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിച്ച് ദൈവവചനം ഏറ്റെടുക്കുന്ന നാം ലജ്ജിച്ചു പോകാൻ ദൈവം ഒരു നാളും അനുവദിക്കത്തില്ല. അതുകൊണ്ട് വിശ്വസിക്കാം, കർത്താവിനെ ഉള്ളിൽ സ്വീകരിക്കാം, രക്ഷകനായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. ഗോഡ് ബ്ലെസ് യു.